അത് അബോർട്ട് ചെയ്യണം എന്ന് നിർബന്ധിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ ആസ് എ വുമൺ, ആസ് എ പേഴ്സൺ എനിക്കൊരിക്കലും അതിനെ എഗ്രി ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റില്ല. അതർവൈസ് ഒരു പെണ്ണിന് അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ഒരാണിന് തോന്നുന്ന ഒരു ലൈംഗിക ആകർഷണം, സെക്ഷൽ അട്രാക്ഷനായിട്ട് ചില ചാറ്റുകളെ നമുക്ക് കണ്ടാൽ മതി. സോ ഒബ്വിയസ്ലി എത്ര പേര് രാഷ്ട്രീയക്കാരല്ലാത്തവരും സാധാരണക്കാരും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിനോട് സെക്ഷലി ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ യു ആർ സോ പ്രിറ്റി എന്നൊക്കെ ചോദിച്ചേക്കാം. അതിനെ ആ ലാഘവത്തോടുകൂടി കളയുക. എനിക്കിഷ്ടമല്ല ഇത്തരം ചാറ്റുകൾ, എനിക്കിഷ്ടമല്ല എന്നല്ലെങ്കിൽ ബ്ലോക്കിംഗ് ചെയ്ത് ചെയ്യാം. ഇപ്പൊ എനിക്കും വന്നിട്ടുണ്ട്, ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. ഇന്നലെ കൂടി വന്നിട്ടുണ്ട് എനിക്ക് മെസ്സേജ്. ഇപ്പൊ കൂടി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കാറിൽ ഇരുന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു മെസ്സേജ്, ഇൻബോക്സിലൊരു മെസ്സേജ് കണ്ടു. കുറേ ലിപ്പിൻ്റെ ഇത് ഇട്ടിട്ട് യു ആർ സോ പ്രിറ്റി, എനിക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ആ ലാഘവത്തോടുകൂടി കാണുക എന്നുള്ളതാണ്. സോ അതർവൈസ് ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി വന്നിട്ട് അഭിപ്രായം പറഞ്ഞു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഇതിനെല്ലാം നമ്മൾ പ്രോത്സാഹനം കൊടുക്കും, ഒരു കാലഘട്ടം വരുമ്പോൾ നമ്മളിതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. അത് ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സിനിമ മേഖലയിൽ നടന്നുണ്ടെങ്കിലും ഇപ്പോൾ രാത്രിയിലൊക്കെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ നമ്മളോടുമൊക്കെ ആ ഒരു രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. പിന്നെ പെരുമാറിയിട്ടുണ്ട്, സത്യമായിട്ടുള്ള കാര്യമാണ്, പെരുമാറിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കാരവാനിലേക്കൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ കയറി വരിക, ആരും ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകെ കയറി വരിക, തല ചൊറിഞ്ഞോട് നിൽക്കുക, നമ്മളെ തട്ടിയിട്ട് പോവുക. ഇപ്പം നമ്മൾ ഇരിക്കുന്നിടത്ത്, ഇപ്പം നമ്മൾ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാത്റൂമിൽ കുറേ പ്രാവശ്യം പോവുക, നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം പോവുക. അപ്പം ഞാനിങ്ങനെ പറയും, വല്ല മൂത്രത്തിൽ വല്ല പ്രഷറാണെങ്കിൽ വല്ല ഡോക്ടറെയും പോയി കാണുമെന്ന് പറയും. നമ്മളത് തമാശയായിട്ട് കളയും. നമ്മളതിൽ എന്താ പറയുക, കൂടുതൽ അവരെ എൻകറേജ് ചെയ്യിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകാനുള്ള ഇതുണ്ടല്ലോ, റൈറ്റ്സ് ഉണ്ടല്ലോ. നമ്മൾ പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മിസ്റ്റേക്ക്. ഇപ്പം എനിക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ റോങ് ആയിട്ടുള്ള മെസ്സേജുകളും ഞാൻ ആ സമയത്ത് തന്നെ ബ്ലോക്ക് ചെയ്യും, വിതിൻ സെക്കൻഡ് ബ്ലോക്ക് ചെയ്യും. സോ വളരെ നല്ല മെസ്സേജുകൾ പോലും എനിക്ക് അയച്ചിട്ട് ചില സമയത്ത് റോങ് ആയിട്ടുള്ള മെസ്സേജ് വന്നാൽ പോലും ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ എത്ര അനുഭവങ്ങൾ. നമ്മളതൊന്നും കൊട്ടി ആഘോഷിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതൊക്കെ വലിയ ക്രെഡിറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. ദൈവം കൽപ്പിച്ച് തന്നിരിക്കുന്ന ആ ഒരു ജീവനെ നശിപ്പിക്കാനുള്ള റൈറ്റ്സ് നമുക്കില്ല. അത് സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ. ആ ഒരു അവസ്ഥ കടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ വിഷമം എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹം ചിന്തിക്കണമായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതിനിടയിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. പോളിറ്റിക്സിൽ ഇനി വരുമോ? പൊളിറ്റിക്സിൽ വരാനായിട്ട് ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, 2017-18 കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് മത്സരിക്കാനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പാർട്ടി നോമിനേഷനിലൂടെ എനിക്ക് മത്സരിക്കാനുള്ള. അപ്പം ഞാനൊരു പാർട്ടിയുടെ ആളല്ല. ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബിക്കോസ് എൻ്റെ ജോലി എന്ന് പറയുന്നത് മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ എനിക്ക് ജാതി നോക്കേണ്ട കാര്യമില്ല, മതം നോക്കേണ്ട കാര്യമില്ല, പണം നോക്കേണ്ട കാര്യമില്ല. സോ ഞാൻ രവി പിള്ളയുടെ മകളുടെ വെഡ്ഡിങ്ങും ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ 1 രൂപ പോലും വാങ്ങിക്കാതെ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ലൈഫുണ്ട്, അത് ഞാൻ മനസ്സിലാക്കണ്ടേ. എനിക്ക് രാഷ്ട്രീയക്കാരിൽ ഇപ്പം ഇടതുപക്ഷത്തിൽ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്, BJPയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, കോൺഗ്രസ്സിലുണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചായ്വാകുമ്പോൾ ഞാൻ അറിയാണ്ട് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഒരുപറ്റ ആൾക്കാരെ ഞാൻ തയ്യാറാക്കി നിർത്തുക ഓപ്പോസിറ്റ്. എനിക്ക് എന്താ പറയുക, അങ്ങനൊരു ഫൈറ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. എനിക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുമായിട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, നിൻ്റെ ബാക്കിൽ ഇത്ര പേരുണ്ട്, നീ ഒരു പൊസിഷനിലേക്ക് വന്നാ അവർക്കൊക്കെ നമ്മൾ അതിനകത്തൊരു ആലോചനയൊക്കെ ഉണ്ടാണ്. ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി പാർട്ടി രൂപീകരിച്ചാൽ മേ ബി അതൊരു വലിയ പാർട്ടിയായി മാറും. ദർ ഈസ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP, അതർ പാർട്ടി. ട്രാൻസ് കമ്മ്യൂണിറ്റികളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പാർട്ടി. ആ പാർട്ടി വന്നാൽ ഒരുപക്ഷെ അതൊരു നോട്ടീസബിൾ ആയിരിക്കും. അതിന് ഇവിടെ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവരവർ ഓരോരോ പാർട്ടികളിലേക്ക് കുടിയേറുകയാണ് ചെയ്യുന്നത്. അവിടെ ട്രാൻസ് പാർട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗുഡ്. അപ്പോൾ ഈ പൊളിറ്റിക്സ് നിൽക്കുന്നവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ നമുക്ക് സപ്പോർട്ടേഴ്സായിട്ട് പുറകിലുണ്ടാകും. മനസ്സിലായില്ലേ? അത് ഉണ്ടാവുന്നില്ല. ട്രാൻസ്ജെൻഡർ പാർട്ടി വരണം.
ഓക്കെ, ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ പൊറാമൈ ഫൈറ്റ്സ് ഉണ്ടോ? ഓ, ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടോ? അവിടെ ഉണ്ട്, ചെന്നൈയിലുണ്ടോ? അയ്യോ, കുറേ ഉണ്ട്. അപ്പം ഇവിടെ ഇവിടെ എങ്ങനെയാ? അല്ല, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഫൈറ്റ് ഉണ്ടായാലും നേരിട്ട് കാണുമ്പോൾ ഒന്നാ. അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളെ നമുക്കിടയിലുള്ളൂ സത്യത്തിൽ. അത് പലരും ചിരിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള പലരും എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും, സങ്കടപ്പെടും, എന്നോട് ക്ഷമിക്കണം, അന്നത്തെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ എന്നോട് എനിക്ക് തെറ്റിപ്പറ്റി പോയി എന്ന് പറയുന്ന പലരും ഉണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയെ ഞാൻ ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പോവില്ല. ഐ ഡോ ലൈക്ക്, എനിക്കൊരിക്കലും ഫൈറ്റ് ചെയ്യണ്ട. പക്ഷെ തെറ്റ് ചൂണ്ടിക്കാണിക്കും, മക്കളെ അതാണ് സത്യം, ഇതാണ് സത്യം എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കും. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് അവർക്കാണല്ലോ വേണ്ടത്. അപ്പം നമ്മളെന്താ ചെയ്യുക? അതെന്നും ഉണ്ടാവും അമ്മ. അതിപ്പോൾ കമ്മ്യൂണിറ്റി എന്നല്ല, എല്ലായിടത്തും ഉണ്ട്. ഈ പണം എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടല്ലോ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു പവർ തന്നെയാണ് പണം. അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ ഹയാത്തിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ്, ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി. സെയിം ടൈമിൽ ലുലു മാരിയറ്റ് ഹോട്ടലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. സം ടൈംസിൽ ഞാൻ അവിടെ പോയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാനോ ഡിന്നർ കഴിക്കാനോ അവിടെ ഞാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട്. അപ്പം അവിടെ ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ ഉണ്ടാകും, ചില പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകും, ചില ഡയറക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ അവരെല്ലാവരും നമ്മളെ കാണുമ്പോൾ ഇവൾക്ക് ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ട്, ഇവൾ വന്ന് കഴിക്കുന്നു, ഇവൾക്ക് എന്തൊക്കെ പരിഗണനകളാണ് കൊടുക്കുന്നത്, ഇവൾ വരുമ്പോൾ തന്നെ ഇവളെ സ്വീകരിക്കുന്നു, അവിടെ കൊണ്ടുപോയിരുത്തുന്നു, നമുക്ക് കിട്ടാത്ത പ്രിവിലേജുകൾ എന്നുള്ള ഒരു കണ്ണ് അവരിൽ ഞാൻ കാണുന്നുണ്ട്. മണി എന്ന് പറയുന്നത് നമ്മൾ നേരായ വഴിയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന പണത്തിന് ഒരു പവറുണ്ട്. ആ പവറുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിലേക്ക് എൻ്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ഈച്ച് ആൻഡ് എവരി വൺ പോകണം. സ്വയം പര്യാപ്തരാകുക എന്നുള്ളത്. ഹു ആം ഐ? നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളിലുള്ള കഴിവുകളെ ഡെവലപ്പ് ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് വജ്രം പോലെ തിളക്കിക്കൊണ്ടുവരിക. നമ്മൾ ആരുടെ അടിമകളല്ല. എനിക്ക് നിൻ്റെ മുമ്പിൽ തല താഴ്ത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ റൈറ്റ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളിൽ റൈറ്റ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ തലകുമ്പിടുന്നത്. അതർവൈസ് ആയിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഇല്ലേ? പ്യുവറായിട്ടുള്ളിടത്ത് വേണം നമ്മൾ തലകുമ്പിടാൻ. പ്യുവർ അല്ലാത്തടത്ത് നമ്മൾ തലകുമ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിമകളായി. ഇപ്പൊ എവിടെയാ താമസം? ഇപ്പൊ ഞാൻ കൊച്ചിയിൽ, നെടുമ്പാശ്ശേരിയിൽ. ഇപ്പൊ കൊച്ചി സെറ്റിൽ? കൊച്ചി സെറ്റിൽ. പക്ഷെ വീട് അവിടെ വീടുണ്ട്, കൊല്ലത്ത് വീടുണ്ട്. ഞാൻ കണ്ടു. അമ്മയുണ്ട്. പെരിയ വീട്, പെരിയ കിച്ചണ്, ബ്യൂട്ടിഫുൾ.